അടുത്ത വർഷം അതായത് 2026 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഭരണം ആർക്കായിരിക്കുമെന്ന് നിശ്ചയിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ്, ആര് ഭരണത്തിൽ വരുമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും LDFനെയും UDFനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവചനാതീതം എന്ന് തന്നെ പറയാം. കാരണം പലതരം അട്ടിമറികളും ട്വിസ്റ്റുകളും നടക്കാനായി ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് 2026 സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ബലസൂചന അല്ലെങ്കിൽ ഒരു സെമി ഫൈനലിന് മുന്നേ നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ആർക്കാണോ മുൻതൂക്കം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. അത് LDFന് പോകുമോ, UDFന് പോകുമോ, BJP ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. 2025 അതായത് ഈ വർഷം അവസാനത്തോടുകൂടി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും BJPയെ സംബന്ധിച്ചിടത്തോളവും പലതരം നിർണായക ഘട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതിൽ ആരൊക്കെ എവിടെയൊക്കെ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നിലവിൽ പുറത്തു വരുന്ന ചില രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ ചില കണക്കുകളും ഒക്കെ തന്നെ കേരളത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അതിനിർണായകമായി കാണുന്ന രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും രണ്ടാമത്തേത് തൃശ്ശൂരും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തിരുവനന്തപുരം ആയാൽ പോലും അവിടെ ത്രികോണ മത്സരം എന്നുള്ള തരത്തിൽ, അതായത് ഈ പറയുന്ന തരത്തിൽ BJPക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ BJP പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതിനിർണായകം തന്നെയാണ്. ഭരണപക്ഷത്തിരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെ LDF BJP പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. നേരെ മറിച്ച് തൃശ്ശൂർ വരുമ്പോഴത്തേക്കും അവിടെ LDF ഭരണമാണ് നിലവിലുള്ളത്. അവിടെ UDF പ്രതിപക്ഷവും BJPക്ക് അവിടെ നിലവിൽ മൂന്നാമതാണ്. പക്ഷേ തൃശ്ശൂർ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂർ BJPക്ക് ഇപ്പോൾ A ക്ലാസ് മണ്ഡലമായി മാറിയെന്ന് മാത്രമല്ല, അവിടെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ ചെലുത്തുന്ന തരത്തിലുള്ള ഒരു വ്യക്തി അവിടെ വിജയിച്ചു വരികയും ചെയ്തിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സ്ഥലമായി തൃശ്ശൂർ മാറിയിരിക്കുന്നു. ഒരു MP തൃശ്ശൂരിൽ നിന്നും BJPക്ക് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ള പേടി തീർച്ചയായിട്ടും UDFനും LDFനും ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മേയറെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുമുള്ള വിവാദങ്ങൾ പല രീതിയിലൊക്കെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഇത്തവണ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവിടുത്തെ ഭരണം പോലും LDF ഒരു തുലാസിലുള്ള ഭരണം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ തോതിലൊരു മുൻതൂക്കം കൊടുക്കുന്ന തരത്തിലോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയം, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അതൊക്കെ തന്നെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തൃശ്ശൂർ വലിയ തോതിലുള്ള അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാ അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ആ ഒരു വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയവും. അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും BJPക്ക് വോട്ട് ശതമാനം ഉയർത്തുന്ന തരത്തിലുള്ള, അതായത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള വോട്ട് ശതമാനം തൃശ്ശൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ തീർച്ചയായിട്ടും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു പ്ലസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ വലിയ തോതിലുള്ള ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അത് UDFും LDFും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ്, അതായത് ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരും തന്നെയാണ്. ഈ രണ്ട് സ്ഥലവും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഈ രണ്ട് സ്ഥലവും തീർച്ചയായിട്ടും UDFനും LDFനും വളരെയധികം നിർണായകം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJP വലിയ തോതിലുള്ള അട്ടിമറി നടത്താനായിട്ട് സാഹചര്യം നിലനിൽക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം നോക്കുമ്പോഴത്തേക്കായാൽ പോലും LDFന്റെ പേരിൽ വലിയ തോതിലുള്ള
രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ് ഈ പറയുന്ന തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെ LDFനെതിരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടായത്. അവിടുത്തെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന് എതിരെയും പലതരത്തിലുമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരമായാൽ പോലും LDFനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധി ഘട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെ BJPക്ക് എത്രത്തോളം മുതലാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം. അത് തൃശ്ശൂരായാലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരമായാൽ തന്നെ. എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പറയുന്ന തിരുവനന്തപുരത്തായാൽ പോലും അവിടെ BJPക്ക് ഇത്തവണ സീറ്റ് നില വളരെ വലിയ തോതിൽ ഉയരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട്. നേരെ മറിച്ച് തൃശ്ശൂരാവുമ്പോൾ പോലും തൃശ്ശൂർ BJP ഇപ്പോൾ 3-ാം സ്ഥാനത്താണെങ്കിൽ ഇനി വരാൻ പോകുന്ന 2025 തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്ന സ്ഥലമായി തൃശ്ശൂർ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP വലിയ തോതിൽ ബലപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ ഭരണം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് ഒരു വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് തന്നെയാണ് LDFും UDFും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ രണ്ട് സ്ഥലങ്ങളും ഏറെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് ഈ പറയുന്ന UDFനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും. പക്ഷേ നിലവിൽ BJPക്ക് ഈ രണ്ട് സ്ഥലങ്ങളും നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായി കാണുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കാരണം BJP അതിനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലായാൽ പോലും BJP ഇതിനോടകം തന്നെ V മുരളീധരനെ മത്സരിപ്പിക്കുന്നു എന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരുന്നു. അതായത് V മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ആയാൽ പോലും BJP ഇതിനോടകം തന്നെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം അവർക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങളിലും അവർ വളരെ വലിയ തോതിലുള്ള ഒരു നീക്കങ്ങൾ താഴെത്തട്ടിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസിനും LDFനും മുന്നേ തന്നെ അതൊക്കെ തന്നെ എത്രത്തോളം ബലവത്തായി വരുമെന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം തന്നെയാണ്. ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ അന്തിമ വിധി, അതായത് ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളിലും നിലവിൽ ഒരു വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഒരു ഭരണ അട്ടിമറിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.